Good afternoon all. In our previous classes, we learned about network scheduling and different components of a network and different activities, different events, and how can construct a network from the given activities. That are the network construction rules we studied in our previous classes. Okay, today we are going to draw a network using these rules from the given activities. Okay, before that, let's go through our previous classes. So there we studied network scheduling. Okay, network scheduling is a technique used for planning and scheduling large projects. Okay, that means it provides technique for planning, scheduling, controlling, monitoring or coordinating large and complex projects which consist of many activities. The main objective, that is the main aims of this network scheduling are minimize total cost of a project. Same minimize the total time for project or minimization of resources and minimize the production delay and minimize interruptions and minimize conflicts, etc. And also it is helps in planning, scheduling, controlling the project. Okay, so before we do a project, we should schedule these different activities. Okay, next we studied about the network. Network consists of mainly activities and events. And network diagram, it is a combination of it is a graph connecting different activities and event, and we study the activities represented by arrows. Okay, ആക്ടിവിറ്റി വാട്ട് ഈസ് ആക്ടിവിറ്റി എന്നൊക്കെ കോമൺലി ചോദിക്കാറുണ്ട്. 2 മാർക്കിനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിരിക്കേണ്ടതാണ്. സോ ആക്ടിവിറ്റി വി സ്റ്റഡി ആക്ടിവിറ്റീസ് എ ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പ്രൊജക്റ്റ്. ഓക്കെ, ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാസ്കിനെയാണ്, ഓരോ ടാസ്കിനെയും നമ്മൾ ഓരോ ആക്ടിവിറ്റി ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ടാവും ഓരോ പ്രൊജക്റ്റിൽ. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൽ ഓരോ ടാസ്കിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആക്ടിവിറ്റി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ, ആരോ ആണ് നമ്മൾ ആക്ടിവിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി നമ്മൾ ആരോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെ ആക്ടിവിറ്റി മെയിൻലി നമ്മൾ 1, 2, അതായത് സ്റ്റാർട്ടിങ് ഇവൻറ്റ് ടൈൽ ഇവൻറ്റ് എന്ന് പറയും, എൻഡിങ് ഇവൻറ്റ് ഹെഡ് ഇവൻറ്റ് എന്ന് പറയും. ഒരു ആക്ടിവിറ്റിക്ക് ഒരു ടൈൽ ഇവൻറ്റും ഒരു ഹെഡ് ഇവൻറ്റും ഉണ്ടാകും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ വെച്ചിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്ററും ആയിട്ട് നമുക്ക് ആക്ടിവിറ്റി എഴുതി, ഇത് രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഷെഡ്യൂളിങ്ങിൽ തന്നെ 2 മെത്തേഡ്സ് മെയിൻലി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ CPM ആണ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഓക്കെ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡാണ്, മെയിൻലി കൺസേൺഡ് വിത്ത് ആക്ടിവിറ്റിയാണ് ഈ CPM-ൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, ഇതിൽ നമ്മൾ ഈവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ PERT ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു പ്രീഡെസസർ ആൻഡ് സക്സസർ ആക്ടിവിറ്റി. പ്രീഡെസസർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ 1, 2 എന്നുള്ളത് ഒരു ഈവൻ്റാണ്. 1 ഫസ്റ്റ് ഈവൻറ്റ്, 1, 2 ഈവൻറ്റ്, ഇതിൽ ഉള്ള ആക്ടിവിറ്റിയാണ് എ ആൻഡ് ബി ഈസ് അനദർ ആക്ടിവിറ്റി വിത്ത് ടൈൽ ഈവൻറ്റ്. ബിയുടെ ടൈൽ എന്താണ്, 2 ആണ്, ഹെഡ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ് ബി. സോ ബി ഈസ് എ സക്സസർ ആക്ടിവിറ്റി ഓഫ് എ എന്ന് പറയും. അതുപോലെ തന്നെ ബിക്ക് മുമ്പുള്ള ആക്ടിവിറ്റിയാണ് എ. സോ എ ഈസ് എ പ്രീഡെസസർ ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, ആക്ടിവിറ്റി ഓഫ് ബിയുടെ പ്രീഡെസസർ മുമ്പുള്ള ആക്ടിവിറ്റിയാണ് എ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റാർട്ടാണ് ടെർമിനൽ ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ ഒരു ആക്ടിവിറ്റിക്ക് മുമ്പിൽ നമുക്ക് ഒരു പ്രീഡെസസർ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇതിനെ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയും. ഇനി ടെർമിനൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആ ആക്ടിവിറ്റിക്ക് ശേഷം ഒരു സക്സസർ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ടെർമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് എൻഡിങ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്തത് ഈവൻ്റ് ആണ്. ഒരു ഈവൻ്റ് എന്ന് വെച്ചാൽ ഈ ഈവൻ്റ് നമ്മൾ മെയിൻലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ഒരു നെറ്റ്വർക്കിലെ സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എ ടാസ്കിനെ
സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇവൻറ്റ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെയിൽ ഇവൻ്റാണ്. ഓക്കെ, ആ ടാസ്ക് എൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹെഡ് ഇവൻറ്റ്. അപ്പോൾ ഈ 1ഉം 2 ആണ് ഇതിലെ ഇവൻറ്റ്. 1ന് നമ്മൾ ടെയിൽ എന്ന് പറയും, 2ന് ഹെഡ് എന്ന് പറയും. ഓക്കെ, അതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ സക്സസർ ആൻഡ് പ്രീഡെസസർ ഈവൻറ്റ് എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 2 3 എന്നുള്ള ഈവൻറ്റ് കൺസിഡർ ചെയ്യാം. ഈ 2നെ അപേക്ഷിച്ച് 3 എന്താണ്? സക്സസർ ഈവൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് 2നെ അപേക്ഷിച്ച് 1 പ്രീഡെസസർ ഈവൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 എന്ന് പറയുന്നത് 2ന് തൊട്ട് ശേഷം ഉള്ളതാണ്. സോ സക്സസർ ഈവൻറ്റ്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീഡെസസർ ഈവൻറ്റ് 2 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ റൂൾസ് നമ്മൾ പറഞ്ഞു 1 സ്റ്റാർട്ടിങ് ഈവൻറ്റ് 1 എൻഡിങ് ഈവൻറ്റ് ആയിരിക്കും ഏതിനുള്ളത്? നെറ്റ്വർക്ക് ഡ്രോയിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഒരു ഈവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇപ്പോൾ 1 എന്നുള്ള ഒരു ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ എ എന്നുള്ള ആക്ടിവിറ്റി 2. ഓക്കെ, ഇത് ബി എന്നുള്ള ആക്ടിവിറ്റി. ഓക്കെ, ആൻഡ് ഇവിടെ സി എന്നുള്ള ആക്ടിവിറ്റി. ഓക്കെ, ഇത് നമുക്ക് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എന്താണ്? 3 4, കാരണം ഇവിടെ 2 ആക്ടിവിറ്റിയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ആക്ടിവിറ്റിയിൽ എൻഡ് ചെയ്യണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റിംഗ് ആണ്. അപ്പോൾ എൻഡിങ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ എന്താണ് എൻഡിങ് ഈവൻറ്റും സ്റ്റാർട്ടിങ് ഈവൻറ്റും ഒരു 1 ഈവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം, 1 ഈവൻറ്റിൽ എൻഡ് ചെയ്യണം. ഇതൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ ഇവിടെ ബിയും സിയും എന്താണ്? സക്സസർ ആക്ടിവിറ്റി ഓഫ് എ ആണ്. അതുപോലെ തന്നെ ബിയുടെയും സിയുടെയും കോമൺ പ്രീഡെസസർ ആക്ടിവിറ്റിയാണ് എ. അപ്പോൾ ബിയും സിയും നമ്മൾ പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്തുള്ള, കാരണം പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയും സിയും തുടങ്ങുന്നതിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എ. സക്സസർ എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞ ശേഷമാണ് എന്ത് ബിയും സിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബിയുടെയും സിയുടെയും കേസിൽ അങ്ങനെയല്ല. ഇപ്പോൾ ബി കഴിഞ്ഞ ശേഷമല്ല സി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനി സി കഴിഞ്ഞ ശേഷമല്ല ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരേ സമയം സൈമൾട്ടാനിയസ്ലി നടക്കുന്നതാണ്. സോ ഇതിനെ നമ്മൾ കൺകറൻറ്റ് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺകറൻറ്റ് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ പറയും അതിനെ സൈമൾട്ടേനിയസ് ആക്ടിവിറ്റി. ഓക്കെ, സൈമൾട്ടേനിയസ് ആക്ടിവിറ്റി. ഇവിടെ സൈമൾട്ടേനിയസ് ആക്ടിവിറ്റി ബിയും സിയും എന്താണ്? സൈമൾട്ടേനിയസ് ഓർ കൺകറൻറ്റ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കൊരു ഐഡിയ കിട്ടിയാൽ ഈ നെറ്റ്വർക്ക് നമുക്ക് ഡ്രോ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം ഫ്രം ദി ഫോളോയിങ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ചില കേസിൽ ആക്ടിവിറ്റി എ ബി സി ഡി എന്ന് പറഞ്ഞ് തരും, പക്ഷേ ഇവിടെ ഈവൻറ്റ് ബേസ്ഡാണ് തന്നിട്ടുള്ളത്. ഇൻ കേസ് ആക്ടിവിറ്റി എ ബി സി ഡി എന്നാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ആക്ടിവിറ്റി തന്നിട്ട് ഈവൻറ്റ് ലാസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. 1 2 3 ഒക്കെ വരച്ച് കഴിഞ്ഞ ശേഷം മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. 1 2 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നോക്കാം. 1 2. അപ്പോൾ നമ്മൾ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 1 2 2 എന്താണ്? 3 ആണ്. 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഓക്കെ, അപ്പോൾ 1 2 3 നമ്മൾ 1 നിന്ന് ഏതിലേക്ക് വരുന്നു? 2ലേക്കുണ്ട്, 3ലേക്കുണ്ട്. അപ്പോൾ നമ്മൾ 1 ഏകദേശം സെൻറ്റർ ആക്കിയിട്ട് വരയ്ക്കാൻ നോക്കും. 1ൽ നിന്ന് 2 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 3. ഓക്കെ, അപ്പോൾ 1 ഈവൻറ്റിൽ നിന്ന് നമുക്ക് 2 എന്നുള്ള ഈവൻറ്റും കിട്ടി, 3 എന്നുള്ള ഈവൻറ്റും കിട്ടി. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ആരോ. ആക്ടിവിറ്റിയാണ് മാർക്ക്ഡ് ബൈ ആരോ. ആക്ടിവിറ്റി ഡ്യൂറേഷൻ കൊണ്ട് 1 to 2 എന്നുള്ളത് 3 ആണ് ഡ്യൂറേഷൻ. അതുപോലെ തന്നെ 1 to 3 എന്നുള്ളതിൻ്റെ ഡ്യൂറേഷന് 6 ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് 2 to 4 ആണ്. അതായത് 2 to 4 ഒന്ന് മാത്രമല്ല, 2ൽ നിന്ന് 4 വേറെ ഒന്നുമില്ല. ഇവിടെ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ 2 to 4 നമുക്ക് ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. 2 നിന്ന് 4ലേക്ക് 2 to 4. ഓക്കെ, 2 to 4ൻ്റെ ഡ്യൂറേഷന് 9 ആണ്. 9 ഡ്യൂറേഷനാണ്. പിന്നെ 3 to 5, 3ൽ നിന്നും 5 ഒരു 5 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. 3 to 5 ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നിട്ടുള്ളത് 2 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ 4 to 6 ഉണ്ട്, അതുപോലെ തന്നെ 5 to 6 ഉണ്ട്. അപ്പോൾ 4നും 5നും കോമൺ ആയിട്ട് 6 ആണ്. അപ്പോൾ നമ്മൾ 6നെ ഏകദേശം ഒരു സെൻട്രൽ ആക്കിയിട്ട് നോക്കുക. ഓക്കെ, 4 to
ഇവിടെ 4 to 6. 4 to 6 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് വരുന്നത്. 4 to 6ൻ്റെത് 4 ആണ് ഡ്യൂറേഷൻ, 4 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി 5 to 6. 5 to 6ൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 ആണ്. ഓക്കെ, പിന്നെ 6 to 7 ഡ്യൂറേഷൻ 5. സോ ഇതാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ij വാല്യൂ. ij മീൻസ് ഇതിൻ്റെ I മുതൽ G വരെയുള്ള ലെങ്ത്ത്. ഓക്കെ, ആ ആക്ടിവിറ്റി ലെങ്ത്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? 1 എന്നാണ് ഇല്ലേ? 1 എന്നാണ് നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1ൽ നിന്ന് 2വിലോട്ടാണ്. 1ൽ നിന്ന് എത്രണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. 3 ആക്ടിവിറ്റി 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് ഇങ്ങനെ കൊടുത്തു. 1ൽ നിന്ന് 2വിലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് വരുന്നത് 2 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് 1ൽ നിന്ന് 3ലോട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് വരുന്നത് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1ൽ നിന്ന് 4ലോട്ടാണ് ആക്ടിവിറ്റി. 1ൽ നിന്ന് 4ലോട്ട് ആക്ടിവിറ്റി. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വരക്കേണ്ടത് 2വിൽ നിന്ന് 5ലോട്ട് ആക്ടിവിറ്റിയിൽ. അപ്പോൾ 2 to 5 ആണ് വരുന്നത്. ഇനി 5 വേറെ ഏതെങ്കിലും ഉണ്ടോ? 3ൽ നിന്നും 5ലോട്ടുണ്ട്. അപ്പോൾ 5 2വിൽ നിന്നും 3ൽ നിന്നും 5 ആണ്. സോ 5 നമുക്ക് ഏകദേശം ഒരു സെൻട്രലായിട്ട് വരക്കാം. ഓക്കെ, 5 എന്നുള്ള ആക്ടിവിറ്റി 2 to 5 നമ്മൾ 1 കൊടുത്തു. ഓക്കെ, ഇനി 3 to 5 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് 4 to 6 ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 5ന്നും 6 ഉണ്ട്. അപ്പോൾ 5നും 4നും 6 ആണ്. അപ്പോൾ ഏകദേശം 6 നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, രണ്ടിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ 5 to 6 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, 4 to 6 എന്താണ്? 5. 4 to 6 ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 5 to 6 വയ്ക്കുക. 4 to 6 എന്ന് പറയുന്നത് 5. സോ ദിസ് ഈസ് ദി നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഡമ്മി വരുന്ന കേസിൽ ഉള്ള ഒരു നെറ്റ്വർക്ക്. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഫ്രം ദി ഗിവൺ ഡേറ്റ. ഇവിടെ ഡേറ്റ ഒന്ന് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് പ്രിസീഡിങ് ആക്ടിവിറ്റി. എന്താണ് പ്രിസീഡിങ് ആക്ടിവിറ്റി? പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആക്ടിവിറ്റിക്ക് മുമ്പുള്ള ആക്ടിവിറ്റി ആണല്ലേ പ്രിസീഡിങ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിസീഡിങ് ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യാണ് നല്ലത്. അതായത് ഇത് കഴിഞ്ഞിട്ടാവുമല്ലോ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രിസീഡിങ് ആക്ടിവിറ്റി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ഫോളോ ചെയ്യാൻ നല്ലത്. ഓക്കെ, റീഡ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഈ ഒരു ടൈമിലാണ് റീഡ് ചെയ്യാൻ നല്ലത്. അതായത് പ്രിസീഡിങ്ങിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ആക്ടിവിറ്റിയിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ലത്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ സക്സസ് ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി തന്നു, സക്സീഡിങ് ആക്ടിവിറ്റി തരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് റീഡ് ചെയ്യുക. കാരണം ഈ ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷമാണ് സക്സീഡിങ്. പക്ഷേ ഇവിടെ പ്രിസീഡിങ് ആക്ടിവിറ്റി നമ്മൾ തന്ന ഗിവൺ ആക്ടിവിറ്റിക്ക് തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റിയാണ് എന്ത്? പ്രിസീഡിങ് ആക്ടിവിറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ റീഡ് ചെയ്യുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഒരു എക്ക് മുമ്പുള്ള ആക്ടിവിറ്റി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇതിൽ നമ്പർ തന്നിട്ടില്ല. അതായത് ഈവൻറ്റ് 1 2 എന്നുള്ള കേസിൽ തന്നെ
ജസ്റ്റ് ഈവൻറ്റിൻ്റെ നെയിം ക്യാപിറ്റൽ ലെറ്ററിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചാടി കയറി നമ്പർക്ക് കൊടുക്കാൻ നിൽക്കേണ്ട. ഫസ്റ്റ് നമുക്ക് ആ ഈവൻ്റ് ഒക്കെ ഒന്ന് വരച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഒന്നുമില്ല. സോ ഫസ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എ. ഓക്കെ, എന്നിട്ട് എക്ക് ആ എയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, ബിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എയിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകും, എയിൽ നിന്ന് സിയിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എ എന്നുള്ള ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എ എന്നുള്ള ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ആക്ടിവിറ്റിക്ക് പിന്നെ എയിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് പോകുന്നത് സി എന്നുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നുണ്ട്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നുണ്ട് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബി എന്നുള്ളൊരു ആക്ടിവിറ്റി വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നു. അപ്പോൾ സി എന്നുള്ളൊരു ആക്ടിവിറ്റിയും നമ്മൾ വരച്ചു. ഈവൻസ് നമുക്ക് പിന്നെ മാർക്ക് ചെയ്യാം. സോ എ ആക്ടിവിറ്റിയാണ്, എയിൽ നിന്ന് ബി എന്നുള്ള ആക്ടിവിറ്റി, പിന്നെ സി എന്നുള്ള ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇനി ഒരു കേസ് സി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സിയിൽ നിന്ന് പിന്നെ ഏതാണ് പോകുന്നത്, സിയിൽ നിന്ന് ഡിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വരക്കാൻ പറ്റില്ല. കാരണം എന്താണ്, സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിയിൽ നിന്നും ബിയിൽ നിന്നും ഇയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സി ഓൾറെഡി നമ്മൾ വരച്ചു. സി വരച്ചപ്പോൾ സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡി നമുക്ക് വരക്കാം. സിയിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് ഡിയിലോട്ട് പോകുന്നില്ല, അപ്പോൾ നമുക്ക് ഡി വരച്ചു. അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റ ഒന്നുള്ളത് ഏതാ നോക്കുക, സിയിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് ഡിയിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ സിയിൽ നിന്നും ഡി എന്നുള്ള ആക്ടിവിലോട്ട് പോയി. പിന്നെ നമുക്ക് എന്താണ് ചെയ്യുന്നത്, ബിയിൽ നിന്നും സിയിൽ നിന്നും ഇയിലേക്ക് പോകണം. അത് പോസിബിൾ ആണോ? കാരണം സി ഓൾറെഡി ഇവിടെ വരച്ചു. ഇനി ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് ഡിയിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം ബിയിൽ നിന്നും പോകണം, അതുപോലെ തന്നെ ഏതെന്നാ പോകേണ്ടത്, സിയിൽ നിന്നും ഏതിലോട്ട് പോകണം, ഇയിലോട്ട് പോകണം. ഇപ്പം നമ്മൾ ബിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ഡമ്മി വരച്ചാൽ നമുക്ക് ഡിയിലോട്ടേ പറ്റുള്ളൂ അല്ലേ? പക്ഷേ ഡിയിലോട്ടല്ല നമുക്ക് പോകേണ്ടത്, നമുക്ക് ബിയിൽ നിന്നും സിയിൽ നിന്നും ഇയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ബി ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മൾ ഇപ്പോൾ നമുക്കൊരു ലൈന് കറക്റ്റ്, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, രണ്ടും കമ്പൈൻ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ഡമ്മി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡമ്മി ആക്ടിവിറ്റി എങ്ങനെ വരയ്ക്കുക എന്നൊക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇവിടെ ബിയും സിയും ഉണ്ടല്ലേ. ഇപ്പം നമുക്ക് സിയിൽ നിന്ന് ഡിയിലോട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷെ ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് ഇയിലോട്ട് പോകണം. അപ്പോൾ ബിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇയിലോട്ട് പോകൽ നടക്കുമോ? ഇല്ല, കാരണം ഓൾറെഡി ഇവിടെ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സിയെ നമ്മൾ ബിയിലോട്ട് കൊണ്ടുപോകണം ഡമ്മി ആക്ടിവിറ്റി വരച്ചിട്ട്. ഡമ്മി ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ എന്താ ഡോട്ട് വെച്ചിട്ടാണ്. ഡമ്മി ആക്ടിവിറ്റി D1 കൊടുക്കുക. ഇപ്പം നമുക്ക് എന്തായി, സിയും ബിയും ഇവിടെ എത്തി, ഒരുമിച്ച് ഇവിടെ എത്തി. സിയിൽ നിന്നും ബിയിൽ നിന്നും ഒരുമിച്ച് നമ്മൾ ഏതിലോട്ടാണ് പോകേണ്ടത്, നമ്മൾ ഇയിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയിലോട്ട് എന്ത് ചെയ്തു, പോയി. ഇപ്പോൾ നമുക്ക് എന്തായി, ബിയിൽ നിന്നും ഡിയിൽ നിന്നും ഒരുമിച്ച് നമ്മൾ ഇയിലോട്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് എഫ് ആണ് അല്ലേ. എഫ് ഇവിടെ എഫ് ഏതെന്നൊക്കെയാണ് വരുന്നത്, ഡിയിൽ നിന്നും ഇയിൽ നിന്നുമാണ് എന്ത് വരുന്നത്, എഫ് വരുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ നോക്കേണ്ടത് ഇയിൽ നിന്നും വേറെ ഏതെങ്കിലും പോകുന്നുണ്ടോ, ഇയിൽ നിന്നും ഏത് പോകുന്നുണ്ട്, ജി പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒന്നുമില്ലത് നമ്മൾ വരയ്ക്കണം ആദ്യം. ഇവിടെ നമ്മൾ വരച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നുണ്ട്, അത് വരച്ച ശേഷമാണ് ഡമ്മി കൊടുക്കേണ്ടത്. അപ്പോൾ ഡമ്മി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ സിംഗിളായിട്ട് വരുന്നുണ്ടോ നോക്കുക. കാരണം ജിയിൽ നിന്നും ഇനി എന്താണ് ഇവിടെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ,
ഇത് നമ്മൾ വരച്ചിട്ടില്ല, അത് പറയാം. അപ്പോൾ ഇയിൽ നിന്നും ഇനി നമുക്ക് വേണ്ടത് ജിയിലോട്ടാണ്. ഓക്കെ, ഇയിൽ സോറി ഇവിടെ അല്ല കേട്ടോ, ഇതാണ് ജി, അത് നമുക്ക് പിന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇയിൽ നിന്ന് ജിയിലോട്ട് പോയി. അതെന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇയിൽ നിന്ന് നമുക്ക് ജിയിലോട്ട് പോവുക എന്നുള്ളത് ഈ ഒന്നേ ഉള്ളൂ, ഇതിന് ഒറ്റക്കുള്ളതാണത്. ഓക്കെ, പക്ഷേ ഇവിടെ പിന്നെ പറഞ്ഞത് ഡിയിൽ നിന്നും ഇയിൽ നിന്നും നമ്മൾ ഏതിലോട്ടാണ് പോകേണ്ടത്? എഫിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൊടുക്കാതെ ഡിയെ പിന്നെ ഇങ്ങോട്ട്, പിന്നെ വേറെ നമ്മൾ നോക്കുക, ഡിയിൽ നിന്ന് വേറെ ഒന്നുമില്ല കണ്ടോ, ഇവിടെ ഡിയിൽ നിന്ന് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഡിയിൽ നിന്ന് കൊടുക്കുകയായിരിക്കും അത് നല്ലത്. പക്ഷേ ഇയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇയിൽ നിന്ന് പിന്നെയും ജി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇയിൽ നിന്നും ജി വരച്ചത്. ഇൻ കേസ് നമ്മൾ ഇത് വരക്കാതെ ഇത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഡിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ നമ്മൾ എഫ് വരക്കും. ഇല്ല, അപ്പോൾ അത് തെറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ജി നമുക്ക് വരക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ജി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സിംഗിൾ ഉള്ളത് നമ്മൾ വരക്കണം. ആദ്യം നമ്മൾ ഇയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം, ഡിയിൽ നിന്നും ഏതെങ്കിലും ഉണ്ടോ നോക്കണം. ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ലാത്തതിലേക്കാണ് നമ്മൾ ഡെമ്മി കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇവിടെ ഇ ആണ് വരുന്നത്, ഇവിടെ ഇ വന്നിട്ടുണ്ട്. ഈ നമുക്കറിയാം ഇയിൽ നിന്നും ഡിയിൽ നിന്നും ഈ ഇയും ഡിയും ഒരുമിച്ചാണ് എഫിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡെമ്മി എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ഇയും ഡിയും ഒരുമിച്ചായി. അപ്പോൾ D2 എന്നുള്ള ഡെമ്മി, രണ്ടാമത്തെ ഡെമ്മിയാണ് D2. ഇയും ഡിയും ഒരുമിച്ചായി, ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അത് എഫിലോട്ട് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും അതെന്താ ഫസ്റ്റ് ചെയ്ത്, കാരണം നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒന്ന്, ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇയിൽ നിന്നും ഡിയിൽ നിന്നും എഫിലോട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുക ഇയിൽ നിന്ന് വേറെ എന്തെങ്കിലും പോകുന്നുണ്ടോ, ഡിയിൽ നിന്നും വേറെ എന്തെങ്കിലും പോകുന്നുണ്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വരക്കണം. ഇൻ കേസ് നമ്മൾ അത് വരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് നെക്സ്റ്റ് ഇട്ടത് വരക്കാൻ പറ്റില്ല. അപ്പോൾ ആ സിംഗിൾ ആയിട്ടുള്ളത് ആദ്യം വരച്ചിട്ട് വേണം പിന്നെ നോക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തു, ഇത് ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ജിയിൽ നിന്നും എച്ച് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ജിയിൽ നിന്നും എച്ച് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജിയിൽ നിന്നും എച്ച് വരക്കാം. അപ്പോൾ ജിയിൽ നിന്ന് നമ്മൾ എച്ച് വരച്ചു. ഓക്കെ, ഇനി പിന്നെ നമ്മൾ എന്താ വേണ്ടത്, എഫിൽ നിന്നും ഐ വരക്കണം. ഓക്കെ, എഫിൽ നിന്നും ഐ വരക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ ഐയും എച്ചും ഒരുമിച്ച് ജെക്ക് പോകണം. അപ്പോൾ എഫിൽ നിന്ന് നമുക്ക് എന്ത് വരക്കാം, ഐ വരക്കണം. അപ്പോൾ ഐയും ജെയും നമുക്ക് ഒരുമിച്ച് ഇല്ലോടത്തേക്ക് പോകാം. ഇവിടെ നമുക്ക് ഡമ്മി വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ ജിന്ന് നമുക്ക് വരുന്നത് എന്താണ്, ജിന്ന് വരുന്നത് എച്ച് ആണ്, അതുപോലെ തന്നെ എഫിന്ന് വരുന്നത് ഐ ആണ്. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ലൈൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ഇപ്പോൾ നമുക്ക് ഡമ്മിയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ വേറെ ഒന്നും പോകുന്നില്ല ഇതിന്ന്. ഇപ്പോൾ ഈ ഒരു ഐ എന്നുള്ളതിൽ എന്താ, ഐന്ന് ഇപ്പോൾ നമുക്ക് ഐൻ്റെ മുമ്പ് എഫും അതുപോലെ തന്നെ എച്ചിൻ്റെ മുമ്പ് ജിയും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച്, ഇവിടെ നമുക്ക് ഡമ്മിയുടെ ആവശ്യമില്ല. പക്ഷേ ഡമ്മി വരും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഡമ്മി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യും, ജിയിൽ നിന്ന് എച്ചിലോട്ട് പോകും, എഫിൽ നിന്ന് ഐയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഐയും എച്ചും ഒരുമിച്ചാണ് വരേണ്ടത് ഇല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് വേണ്ടി ഈ ആക്ടിവിറ്റി ഐയും എച്ചും ഒരുമിച്ച് വന്നു. ഈ ഐയും എച്ചും ഒരുമിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, ഐയും എച്ചും ഒരുമിച്ച് പോകുന്നത് ജെയിലോട്ടാണ്. ഇത് ജെയിലോട്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ കുറച്ച് തിങ്ക് ചെയ്താലാണ് ഇത് ഇങ്ങനത്തെ പ്രോബ്ലം വരക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പെട്ടെന്ന് ഡമ്മി വരുന്നത് മനസ്സിലാക്കാമെന്ന്. ഓക്കെ, എവിടെയാണ് ഡമ്മി വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ ആക്ടിവിറ്റി തനിച്ചും ഉണ്ടാവും, കമ്പൈൻ ചെയ്യുന്നതിലും സെയിം. അപ്പോൾ സി എന്നുള്ളത് നോക്കുക, അവിടെ സി തനിച്ചുണ്ട്, ബി സി ഇതിലും സി ഉണ്ട്. അപ്പോൾ സിയിൽ നിന്ന് എന്തുണ്ട്, ഒരു ഡമ്മി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഇ ഉണ്ട്,
ഓക്കെ, ഇവിടെ ഡി ഇ ഉണ്ട്, സിംഗിൾ ആയിട്ടുണ്ട്, തനിച്ചുണ്ട്. അപ്പോൾ ഇയിൽ നിന്നും ഡമ്മി വരും. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. സിംഗിൾ ആയിട്ട് വരുന്നതും അതുപോലെ കമ്പൈൻ ആയി ഇവിടെ. പക്ഷേ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് അങ്ങനെ എഫ് ഉണ്ട്, പക്ഷേ എഫ് സിംഗിളാണ്, കമ്പൈനിലില്ല. ജി ഉണ്ട്, ഇതിലും കമ്പൈനില്ല, പക്ഷെ അപ്പോൾ ഡമ്മി വരില്ല. അപ്പോൾ ഡമ്മി വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിളായിട്ടും കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ സിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇയിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഡമ്മി വരും. ഓക്കെ, എച്ച് നിങ്ങൾ കണ്ടു. ഓക്കെ, ഇതാണ് ജെ എന്നില്ല കേട്ടോ. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്പറിങ് കൊടുക്കണം. അപ്പോൾ നമ്പറിങ് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്പറിങ് നമുക്ക് കൊടുത്തു തുടങ്ങാം. ഫസ്റ്റ് എയിൽ 1 കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നിന്നാണ് 1 to 2, നമ്മളിവിടെ 2 കൊടുത്തു. ഇനി ഈ ഇവൻ്റ് ഇവിടെ 3ഓ 4ഓ, ഇവിടെ നമ്മൾ 3 കൊടുക്കാൻ പറ്റുമോ? ഇവിടെ 3 കൊടുത്താൽ എന്താകും? ഇവിടെ 4 ആകും. ഇല്ല, ഇവിടെ 3 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 4 ആകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡമ്മി എടുക്കുമ്പോൾ എന്തായിരിക്കും? ടെയിൽ 4ഉം ഹെഡ് 3ഉം ആകും. അപ്പോൾ ടെയിൽ 4ഉം ഹെഡ് 3ഉം പോസിബിൾ ആണോ? ഇല്ല. നമ്മൾ ആ റൂൾസ്, നെറ്റ്വർക്കിൻ്റെ റൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെയിൽ എപ്പോഴും എന്തായിരിക്കും? ഹെഡിനേക്കാളും കുറഞ്ഞ നമ്പർ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ 3 കൊടുക്കുകയായിരിക്കും നല്ലത്, ഇവിടെ 4 കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇത് ടെയിൽ 3ഉം ഹെഡ് 4. അല്ലെങ്കിൽ ഇവിടെ 3ഉം ഇവിടെ 4ഉം കൊടുക്കുകയാണെങ്കിൽ നമ്മളത് കറക്റ്റ് ആവില്ല. കാരണം ഡമ്മിയാണ് ഇത്. ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ നമ്പറിലും എൻഡ് ചെയ്യുന്നത് ഹയർ നമ്പറിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി അതുപോലത്തെ നമ്മൾ ഇവിടെ നോക്കുക. ഇപ്പോൾ 3 4 കഴിഞ്ഞു. ഇനി ഈ കേസിൽ ഈ 4 കഴിഞ്ഞിട്ട് 5 നമ്മൾ ഇവിടെയാണോ കൊടുക്കേണ്ടത് നോക്കുക. ഇവിടെ 5 ഇവിടെ കൊടുത്താൽ 6 ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ 6 ഇവിടെ വരുമ്പോൾ ടെയിലാണ് ഇവിടെ വരിക. അപ്പോൾ അത് കറക്റ്റ് ആവുക? ഇല്ല. ആ സമയം നമ്മൾ ഇവിടെ 5 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താ, ടെയിൽ 5 വരും, ഹെഡ് ഇവിടെ ആകുമ്പോൾ ഇവിടെ 6 വരും. ഇപ്പോൾ കണ്ടില്ലേ, ഹെഡ് കൂടുതലും ടെയിൽ കുറവായി. ഇതാണ് ഈ ആരോ മെയിനായിട്ട് നോക്കണം കേട്ടോ. ഡമ്മിയുടെ ആരോ വെച്ചിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ 6 കൊടുക്കുക, കാരണം ഹെഡിലാണ് കൂടുതൽ വരേണ്ടത്, ടൈല് കുറവാണ് വേണ്ടത് 6. പിന്നെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ 7 കൊടുക്കാം, കാരണം ഡമ്മി വരുന്ന കേസ് ഇവിടെ 7 കൊടുക്കുക, ഇവിടെ 8 കൊടുക്കുക. ഓക്കെ, ഇത് 9, പിന്നെ 9, I J. ഓക്കെ, 9, ഇവിടെ നമുക്ക് 10. ഇനിയിപ്പോൾ ഈ കേസിൽ കൂടി കെയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കെയിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക് വരയ്ക്കേണ്ടത്. Okay, thank you.